ഡോക്ടർ ഹരി മേനോൻ, VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ കോസ്മെറ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടറാണ്. എക്സ്ക്ലൂസീവ്ലി കോസ്മെറ്റിക് സർജറി മാത്രം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇന്ന് ഒരുപാട് പേര് കോസ്മെറ്റിക് സർജറീസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടറിന് എന്താണ് ഇതിന് പിന്നിലെ റീസൺ ആയിട്ട് തോന്നുന്നത്? ഇപ്പോൾ പൊതുവെ ഒരു ബോഡി ഇമേജിനെ സംബന്ധിച്ച് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഫാഷൻ ട്രെൻഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മീഡിയയിൽ ആൾക്കാരെ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഒരു മെയിൻ റീസൺ. നമ്മളെങ്ങനെ ആയിരിക്കണം, നമ്മളുടെ ലുക്ക് എങ്ങനെ ആയിരിക്കണം, പ്രസൻറ്റബിൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരുപാട് ധാരണകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വളരെ കോമ്പറ്റീറ്റീവ് എൻവയൺമെൻറ്റും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ലുക്സും ഉണ്ടാവണം, ഫിഗർ ലുക്സ് എല്ലാം ഉണ്ടാവണം എന്നുള്ളതൊരു മഹത്വപൂർണ്ണമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറിയെക്കുറിച്ചുള്ള ധാരണകളിലും ഉള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. സേഫ്റ്റി ഒരുപാട് കൂടിയിട്ടുണ്ട്. കോസ്മെറ്റിക് സർജറി സേഫായിട്ട് ചെയ്യാം, കൂടുതൽ അഫോർഡബിളായിട്ട് വന്നിട്ടുണ്ട്. അത് ചെയ്യുന്ന സ്ഥലങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും കോസ്മെറ്റിക് സർജറിയോടുള്ള സമീപനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ്. കോസ്മെറ്റിക് സർജറി ആൾക്കാർ കൂടുതൽ ഓപ്റ്റ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള 2 ഫാക്ടേഴ്സ് ഇതാണ്. ആളുകൾ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ഇത് കോൺഫിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണോ, മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ? മെയിൻ റീസൺ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മുടെ ഒരു നോർമൽ അപ്പിയറൻസ് ഇല്ലെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ അപ്പിയറൻസിൽ അപാകതകളുണ്ടെങ്കിൽ മറ്റുള്ളവരത് വളരെയധികം ശ്രദ്ധിക്കും. അതിനുള്ളൊരു കുറവാണ്. പല മേഖലകളിലും അതൊരു തടസ്സമാവും എന്നുള്ളൊരു ഫീലിംഗ് ആൾക്കാരിലുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കോസ്മെറ്റിക് സർജറിക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ധാരണ പലർക്കും ഉള്ളത് കഴിഞ്ഞാൽ കോസ്മെറ്റിക് സർജറി ചെയ്ത് അതീവ സുന്ദരനോ അതീവ സുന്ദരി ആവാനാണ് ആൾക്കാർ വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിരിക്കുന്നത് 95% ആൾക്കാർക്കും നോർമൽ ലുക്ക് വേണം. അതായത് എന്തെങ്കിലും മോശമായിട്ട് അപ്പിയറൻസിൽ കുറവുണ്ടെങ്കിൽ അത് നികത്തി നോർമലാവണം. അതിലൂടെ അവരുടെ ലൈഫ് ബെറ്റർ ആവും, കോൺഫിഡൻസ് ബെറ്റർ ആവുന്നതോടുകൂടി പ്രവർത്തന മേഖലകളിൽ അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാം കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് വരുമ്പോഴുള്ള അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് സർജറിക്ക് വേണ്ടി വരുന്നത്. മറ്റ് സർജറീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്മെറ്റിക് സർജറിയുടെ വ്യത്യാസം എന്താണ്? കോസ്മെറ്റിക് സർജറിയുടെ വ്യത്യാസം പറയുന്നതിന് മുന്നേ സിമിലാരിറ്റീസ് ഉണ്ട്. കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ മറ്റുള്ള ഓപ്പറേഷൻ പോലെ തന്നെയാണ്. ഓപ്പറേഷനാണ്. പലപ്പോഴും അനസ്തീഷ്യ വേണ്ടി വന്നേക്കാം, റിക്കവറി ടൈമുണ്ട്. അങ്ങനെ ഒരുപാട് മറ്റുള്ള ഓപ്പറേഷനുകളോട് സമാനതകൾ ഒരുപാടുണ്ട്. ഓപ്പറേഷൻ തന്നെയാണിത്. എന്നിരുന്നാലും മറ്റുള്ള ഓപ്പറേഷനായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമതുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇതൊരു രോഗത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. ഈ വരുന്ന കോസ്മെറ്റിക് സർജറിക്ക് വരുന്ന ആൾക്കൊരു രോഗമില്ല. ചില അപ്പിയറൻസിൽ അവരുടെ കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങളാണുള്ളത്. അതിനുവേണ്ടിയാണ് കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം. ഇതൊരു രോഗനിവാരണത്തിന് വേണ്ടിയുള്ള പ്രൊസീജിയറല്ല, കാഴ്ചയ്ക്കുള്ള അപാകതകൾ മാറ്റാനായിട്ടുള്ള പ്രൊസീജിയറാണ്. അതാണ് ഏറ്റവും ഇതിലുള്ളൊരു വ്യത്യാസം വരുന്നത്. പിന്നെ രണ്ടാമതൊരു വ്യത്യാസമുള്ളത് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡോക്ടറും പേഷ്യൻറ്റും പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിനുവേണ്ടി വരുന്ന ആളും രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. മറ്റുള്ളവർ ഓപ്പറേഷനിൽ അങ്ങനെയില്ല. കാരണം നമുക്കറിയാം, മെഡിക്കലി അറിയാം എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗോൾ ബ്ലാഡർ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അപ്പൻഡിക്സ് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ക്യാൻസർ എടുത്ത് മാറ്റുക. അതിലെന്താണ് ഫൈനൽ ഔട്ട്കം എന്നുള്ളത് ഡോക്ടറിനാണ് അറിയാം. അതിനുവേണ്ടി വരുന്ന രോഗിക്ക് അതിലധികം ഒരു സേ ഇല്ല. പക്ഷേ കോസ്മെറ്റിക് സർജറിയിൽ രണ്ടുപേരും കൂടെയാണ് ഇതിൽ ഒരു തീരുമാനം വരുന്നത് എന്തായിരിക്കും വേണ്ടത്. ഒരു പേഷ്യൻറ്റിൻ്റെ സന്തോഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് വരുന്ന ആൾക്കും അതിൽ ഒരു സേ ഉണ്ട്. അതാണ് രണ്ടാമതുള്ളൊരു വ്യത്യാസം. അതായത് ഇതിൻ്റെ ഔട്ട്കം, നമ്മൾ കോസ്മെറ്റിക് സർജറി ചെയ്ത് റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്, നല്ലതാണോ അല്ലയോ എന്നുള്ളതിൽ ഡോക്ടർ മാത്രമല്ല അതിൽ ചെയ്തിരിക്കുന്ന ആൾക്കും ഒരു സേ ഉണ്ട്. അയാളാണ് നന്നായോ ഇല്ല എന്നുള്ളത് ഒരു മനസ്സിൽ തോന്നണം. അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു വ്യത്യാസമാണ് കോസ്മെറ്റിക് സർജറിയിൽ. മൂന്നാമതൊരു വലിയ വ്യത്യാസം കാണാറില്ലെന്ന് വെച്ചാൽ ഇതിൻ്റെ വളരെ കോൺഫിഡൻഷ്യലാണ്. ആരും ഇതിനെക്കുറിച്ച് പുറത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റുള്ള ഓപ്പറേഷനുകളിൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ വീടിനടുത്തുള്ള ആരായാലും പറയും, ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഇന്ന ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്, യൂട്രസ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്നുള്ളത് ചിലപ്പോൾ ചുറ്റുവട്ടത്തും പറഞ്ഞെന്നിരിക്കും. കോസ്മെറ്റിക് സർജറിക്ക് പോകുന്നവർക്ക് അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് വെക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും കോസ്മെറ്റിക് സർജറി ചെയ്തവരെ കുറിച്ച് നിങ്ങൾ അറിയില്ല. കാരണം അവർ പറയില്ല.
അപ്പോൾ അതും ഒരു വലിയൊരു പ്രധാന ഘടകമാണ് കോസ്മെറ്റിക് സർജറിയിൽ. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ കുറയുന്നു. ചെയ്തവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അതിൽ കാണാറുണ്ട്. മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറിക്ക് വരുന്നവർ ഒരു വ്യക്തമായ ധാരണയോടുകൂടിയായിരിക്കും വരിക. അവർക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് ചോദിച്ച് വരുന്നവരായിരിക്കും. അതേസമയം മറ്റുള്ള ഓപ്പറേഷനുകൾക്ക് അങ്ങനെയല്ല. ആൾക്കാർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണ്ട, മരുന്ന് കഴിച്ച് മാറുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പക്ഷേ കോസ്മെറ്റിക് സർജറിയിൽ അങ്ങനെയല്ല, ഓപ്പറേഷൻ മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ് നമ്മുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് അവരോട് നോ പറയാനും ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വരുന്നവർ ഓപ്പറേഷന് പറ്റിയ ആൾക്കാരായിരിക്കില്ല, എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും ഓപ്പറേഷനോട് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ അവരെ അത് നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ട, കോസ്മെറ്റിക് സർജറി വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള ഓപ്പറേഷനിൽ അങ്ങനെയില്ല. ഓപ്പറേഷൻ വേണ്ട കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് തിരിച്ചു പോകും, മരുന്ന് കഴിച്ചോളാം, അത് മതി എന്ന് പറഞ്ഞ് പോകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതൊരു കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. കോസ്മെറ്റിക് സർജറിക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തി ആരായിരിക്കണം? ഏജ്, ഹെൽത്ത്, എക്സ്പെക്റ്റേഷൻ, ഇതിനൊക്കെ ഒരു വലിയ പങ്കുണ്ടോ? തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട്. കോസ്മെറ്റിക് സർജറി നമ്മൾ മെഡിക്കൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഒരാൾ ചെയ്യാറില്ല. ഹെൽത്തി ആയിരിക്കണം, റിസ്ക് ഫാക്ടേഴ്സ് കുറവായിരിക്കണം. ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോസ്മെറ്റിക് സർജറിയുടെ റിസ്ക് കൂടും. അങ്ങനെയുള്ളവരെ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതൊരു മെഡിക്കൽ ക്രൈറ്റീരിയ തീർച്ചയായിട്ടും ഉണ്ട്. യങ് വേണമെന്നില്ല. അതായത് പ്രായം ഒരു 15 തൊട്ട് 80-90 വരെ ആയാലും കുഴപ്പമില്ല. പക്ഷേ മെഡിക്കൽ സ്റ്റേറ്റസ് ഹെൽത്തി ആയിരിക്കണം. അല്ലെങ്കിൽ ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അണ്ടർ കൺട്രോൾ ആയിരിക്കണം. ഇപ്പോൾ ഷുഗറോ BP ഉള്ളവരും കോസ്മെറ്റിക് സർജറി ചെയ്യാം. പക്ഷേ അത് വെൽ കൺട്രോൾഡ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവാം. വെൽ കൺട്രോൾഡ് ആണെങ്കിൽ കുഴപ്പമില്ല. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ ഈ എന്തിനാണ് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ വരുന്നത് എന്നുള്ളതൊരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. എന്താണ് പ്രോബ്ലം, എന്തിനാണത് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ള ആളാണെങ്കിൽ അത് നന്നായിരിക്കും. പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് ഈ ഓപ്പറേഷനുകളെ കുറിച്ചൊരു അവയർനെസ് ഉള്ളവരാണെങ്കിൽ നന്നായിരിക്കും. എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതും അതിനുള്ള കാരണങ്ങൾ ശരിയായ രീതിയിലുള്ള കാരണങ്ങളാണെങ്കിൽ നല്ലതാണ്. ഇത് ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇന്ന വ്യത്യാസം കിട്ടുന്നതുകൊണ്ട് ഇന്ന ബെനിഫിറ്റ് ആണെന്നുള്ളത് മനസ്സിൽ ഒരു നല്ല ധാരണയുള്ള ആളാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഓപ്പറേഷൻ ആണെന്നുള്ളൊരു ധാരണ, ഓപ്പറേഷൻ കൊണ്ട് വരാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ധാരണ, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിനെക്കുറിച്ചൊരു ധാരണ, അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, ഡോക്ടറിൽ ഒരു നല്ല ട്രസ്റ്റുള്ള ഒരാളാണെങ്കിൽ, അതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കോസ്മെറ്റിക് സർജറിക്ക് വരുന്ന ഔട്ട്കംസും നല്ലതാവാനായിട്ടുള്ള സാധ്യതകളാണ്. സർജറിക്ക് മുമ്പ് ഒരാൾ എങ്ങനെയൊക്കെ ഒരുങ്ങണം? ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത്? അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ളവർക്കാണ് എപ്പോഴും കോസ്മെറ്റിക് സർജറി നല്ലതായിരിക്കുന്നത്. ചില ദുശീലങ്ങളുണ്ട്. ഇപ്പോൾ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസൊക്കെ കാര്യമായിട്ട് കൂടുതലുള്ളവരാണെങ്കിൽ അത് ഓപ്പറേഷൻ മുന്നേ സ്റ്റോപ്പ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 1 മാസം മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ഹെൽത്ത് ഒന്ന് റീഗെയിൻ ചെയ്യുക. അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അതുകൂടാതെ തന്നെ കൂടുതലും ഒരു മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് ഓപ്പറേഷനാണ്, ഒരു മാജിക് അല്ല. ഓപ്പറേഷനാണ്. ഒരു ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലും ഉണ്ടാവും. അതായത് ഒരു ഹീലിംഗ് ടൈം ഉണ്ടാവും. ഓപ്പറേഷന് ശേഷമുള്ള ചില ഭവിഷ്യത്തുകൾ, നീരുണ്ടാവും, ഒരു ചേഞ്ചസ് ഒക്കെ കുറച്ച് സമയമെടുക്കും കാണാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊരു നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചൊരു ചെറിയ രീതിയിൽ റിസർച്ചൊക്കെ ചെയ്യുക. ഡോക്ടറെ കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. വരായികകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ സമയമെടുത്ത് തീരുമാനിക്കുക. നന്നായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, ആലോചിക്കുക. പറ്റുമെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവോൾവ് ചെയ്യുക. നമുക്ക് ഈ ഹീലിംഗ് ടൈമിലൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഒറ്റയ്ക്ക് വന്ന് ചെയ്തു പോകുന്നവരും ഉണ്ട്, ആരുടെയും സപ്പോർട്ടില്ലാതെ തന്നെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആരെങ്കിലും സപ്പോർട്ട് കിട്ടുമെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ, ഒരു തുണയുണ്ടെങ്കിൽ എപ്പോഴും നന്നായിരിക്കും. പിന്നെ ഇതിനകത്ത് ചെറിയ ഓപ്പറേഷനാണ്, ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷനാണ്. ചിലപ്പോൾ മൈനറായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാം, ഇംപെർഫെക്ഷൻസ് വരാം. നമ്മളൊരു മെഷീനിൽ ചെയ്യുന്ന പോലെയല്ല സർജറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക, അതറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസ്, ഒരു മെഡിക്കൽ ലെവലിലുള്ള പ്രിപ്പറേഷനേക്കാളും ഇമ്പോർട്ടൻ്റ് നമ്മൾ മാനസികമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഇതിന് പ്രിപ്പയർഡ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴൊക്കെയാണ് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പറ്റാത്തത്? അതിനെന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? ആരൊക്കെയാണ് ഇത് ചെയ്യാൻ പാടില്ല? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും നമുക്ക് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പറ്റില്ല. ഒന്ന്, വളരെയധികം മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്, മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ളത്, കൺട്രോൾഡ് അല്ല, ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് വളരെ റിസ്കി ആണെന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ കോസ്മെറ്റിക് സർജറി എന്തായാലും ചെയ്യില്ല. അതൊന്നാമത്തെ കാര്യം.
പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കോസ്മെറ്റിക് സർജറി പറ്റില്ല എന്ന് പറയാനുള്ളത്. ഒന്ന്, ഒരാൾ വരികയാണ് കോസ്മെറ്റിക് സർജറി ചോദിച്ചു വരികയാണ്, ഡോക്ടർ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ വരുന്ന ആൾ ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് വരുന്നത്, നമ്മൾ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവസരത്തിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ, കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഉള്ളൊരു ഇഷ്യൂ ഞാൻ, ഒരാളൊരു കാര്യം ചോദിച്ചു വരികയാണ്, നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. മെഡിക്കൽ ടെക്നോളജി ആ ലെവലിലെത്തിയിട്ടില്ല, അല്ലെങ്കിൽ സർജിക്കൽ ആർട്ട് ആ ലെവലിലെത്തിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഈ ആളുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ അത് നേരെ പറ്റില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പറ്റാത്ത കാര്യം അറ്റംപ്റ്റ് ചെയ്ത് സാധിച്ചില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ കൂടുതൽ വിഷമം എന്തായാലും ഉണ്ടാവും. സന്തോഷത്തിന് നോക്കി വരുന്ന ഒരാൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ സങ്കടം കൂടുതലും ഉണ്ടാവും. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ ചെയ്യാവുന്ന പ്രൊസീജിയർ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ സേഫ്റ്റി വളരെയധികം കോംപ്രമൈസ്ഡ് ആവുന്നു. ഇത് വളരെ അൺസേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോസ്മെറ്റിക് സർജറി ചെയ്യില്ല. കാരണം കോസ്മെറ്റിക് സർജറിയിൽ നമ്മൾ ഒരിക്കലും റിസ്ക് എടുത്ത് ചെയ്യാറില്ല. സേഫ്റ്റി കോംപ്രമൈസ് വരുന്ന ഒരു രീതിയിൽ നമ്മൾ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പാടില്ല. പിന്നെയുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാരണങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കോസ്മെറ്റിക് സർജറി തേടി വരുന്ന ആൾക്കാരുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി, അപ്പോൾ അതിനൊരു പകരം വീട്ടാനായിട്ട് എനിക്ക് ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, അങ്ങനെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ പലരും വരും. പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യണം, എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇമോഷണൽ സിറ്റുവേഷൻ മാറും. ആ മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ആൾക്ക് തോന്നും, ഞാൻ അന്ന് ചെയ്യേണ്ടായിരുന്നു, ഇത് ചെയ്ത് വെറുതെ ആയി പോയല്ലോ എന്നുള്ളത് തോന്നും. അപ്പോൾ സമയം എടുക്കുക. ഇമോഷണൽ ഒരു സിറ്റുവേഷനാണ് തോന്നുകയാണെങ്കിൽ സമയം എടുക്കുക, സംസാരിക്കുക. പിന്നീട് ഒരു 1-2 മാസം കഴിഞ്ഞ് വീണ്ടും നോക്കാം. അങ്ങനെ നമുക്ക് അതിനെ ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ, ഈ ചെയ്യുന്നത് മറ്റാർക്കോ വേണ്ടിയാണ് എന്നുള്ളൊരു സ്ഥിതി. ഇപ്പോൾ എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിൽ ആരെങ്കിലും പറഞ്ഞു, അങ്ങനെ ആവണം, നീ അങ്ങനെ ആവണം, നീ ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രൊസീജിയർ ചെയ്യുക, അതും ഒരു നല്ല സ്ഥിതിയല്ല. കാരണം നമുക്ക് ഈ മൂന്നാമതൊരാളുടെ മനസ്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ സർജറി ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും അവർ പറയുന്നത്, ഇങ്ങനെ എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടെ വേണമായിരുന്നു, അല്ലെങ്കിൽ കുറവായിരിക്കണമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഈ പേഷ്യൻ്റ് തിരിച്ചു വരും. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ഈ ഡോക്ടറും എതിരെ ഇരിക്കുന്ന ആളും തമ്മിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. മൂന്നാമതൊരാൾ, നമുക്ക് അറിയാത്ത ഒരാളെ സന്തോഷിപ്പിക്കാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും കോസ്മെറ്റിക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കോൺഫിഡൻസിനും സന്തോഷത്തിനും നമ്മളുടെ ഒരു വ്യക്തമായ ധാരണയ്ക്കും വേണ്ടിയായിരിക്കണം ചെയ്യുന്നത്. മറ്റാരെയും സന്തോഷിപ്പിക്കാനായിട്ട് ചെയ്യാതിരിക്കാനുള്ളത്. ഇത് റിവേഴ്സിബിൾ ആണോ? കോസ്മെറ്റിക് സർജറി ചില അവസരങ്ങളിൽ റിവേഴ്സിബിൾ ആണ്, ചില അവസരങ്ങളിൽ ബുദ്ധിമുട്ടാണ് റിവേഴ്സ് ചെയ്യാനായിട്ട്. അത് ഓരോ പ്രൊസീജിയറിനും ഓരോ പോലെയാണ്. ഇപ്പോൾ ചില ഇംപ്ലാന്റ് ഒക്കെ വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് എളുപ്പത്തിൽ എടുത്ത് കളയാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾ സ്ട്രക്ചറലി പല വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഒക്കെ ചെയ്യുന്നതിനാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. കോസ്മെറ്റിക് സർജറി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പക്ഷേ ഒരുപാട് ഡൗട്ട്സ് ഉള്ളവരോട് ഡോക്ടർക്ക് എന്ത് അഡ്വൈസാണ് നൽകാൻ പറ്റുക? ഒന്ന്, വ്യക്തമായൊരു ധാരണ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിൽ നന്നായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്തൊക്കെ കുറേയൊക്കെ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാം. അതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 3, ഈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഇൻഫർമേഷൻ സോഴ്സസിന് മാത്രം നമ്മൾ ഒരിക്കലും റിലൈ ചെയ്തത്, അത് മാത്രം നമ്മളുടെ ഒരു സോഴ്സ് ആവാൻ പാടില്ല. കാരണം ഇൻ്റർനെറ്റിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് രീതിയിലുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അത് ചിലപ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കണമെന്നില്ല. ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഒരു കോസ്മെറ്റിക് സർജനോടോ ഒരു ഡോക്ടറോടോ തന്നെ സംസാരിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക. ഇപ്പോൾ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയനോ തേർഡ് ഒപ്പീനിയനോ ഒക്കെ എടുക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ ഡോക്ടർമാരിൽ നിന്ന് തന്നെ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം.